ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകമുണ്ട്. നമ്മൾ വാചകം അടിക്കുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ ഉള്ള വാചകമുണ്ട്. ഒരു അടിപൊളി ഹെയർ സ്റ്റൈലും ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങള്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുളിച്ചായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയായിരുന്നു. ഇഡലി ഇതാ നമ്മുടെ പെടപെടാ ഇഡലിയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു. അപ്പൊ 4 ഇഡലി മിച്ചം വന്നു കേട്ടോ. ഇന്നിപ്പോ വൈകിട്ട് സുഖമാണ്. ഇന്ന് വൈകിട്ട് എന്താ നമുക്ക് ഒരു റിസപ്ഷൻ ഉണ്ട്. വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട. ചേട്ടൻ്റെ കണ്ണിൻ്റെ കുറഞ്ഞെങ്കിലേ ഞാൻ പോത്തുള്ളൂ. നീര് ഉണ്ട്, കുറഞ്ഞ് ശകലം കുറവുണ്ടിന്ന്. വൈകിട്ടത്തേക്ക് കുറയുവാണെങ്കിലേ പോത്തുള്ളൂ. അപ്പം ഇന്ന് രാവിലെ ഇഡലി സാമ്പാർ, പുതിയ സാമ്പാറിന് അടിപൊളി സാമ്പാറിനെ വെച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ഇഡലി സാമ്പാറും കഴിച്ചു. പിന്നെ എന്താണ് ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പ്. രാവിലെ കൊച്ചിന് ചോറെല്ലാം കൊടുത്ത് വിട്ടു. ചിക്കൻ ഇച്ചിരി ഉണ്ടായിരുന്നു, പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ച് അവന് കൊടുത്തു വിട്ടു. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇരുമ്പപ്പുളിയും വെള്ളരിക്കയും കൂടെ കറി. സൂപ്പറാട്ടോ. ചക്കക്കുരു ആണ് അടിപൊളി. ഇരുമ്പപ്പുളിയും ചക്കക്കുരു ഇല്ലാത്തതുകൊണ്ട് ഇരുമ്പപ്പുളിയും വെള്ളരിക്കയും കൂടെ കറി വെക്കാൻ വേണ്ടി ഒരു നേരത്തേക്കുള്ള കറിയെ വെക്കുന്നുള്ളൂ. മിച്ചം വന്ന ആർക്കും വേണ്ട. അതുകൊണ്ട് ഒരു നേരത്തേക്കുള്ള കറിയെ വെക്കുന്നു. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇതാ അടുപ്പത്താക്കിയിട്ടുണ്ട്. നമ്മുടെ പിണ്ടിത്തോരൻ ഞാൻ സൂക്ഷിച്ച് ശരം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ചേട്ടന് മാത്രമേ കോവയ്ക്ക എടുത്തിട്ടുള്ളൂ. പിന്നിത്തോരനെ ഞാനും അമ്മച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് തിന്നാന്ന് വിചാരിച്ചേക്ക്. നന്നായില്ലേ ഈ പേഴ്സണെ അല്ലേ? അപ്പം കോവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പൊ ഒരു വലിയൊരു കാര്യം ചേട്ടൻ പറയാൻ വന്നായിരുന്നു, ഇമ്പോർട്ടന്റ് കാര്യം. അതാണ് പറഞ്ഞിട്ട് പോയത്. പിന്നെ കോവയ്ക്ക മെഴുക്ക് ഇത് കറി പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അരച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കറിക്ക്. എന്നാൽ തേങ്ങയും മഞ്ഞപ്പൊടിയും ശകലം ജീരകവും ചുമന്നുള്ളിയും കൂടെ അരച്ച് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വെന്തിരിക്കുകയാണ്. ഇനി അങ്ങനെ ചേർത്തേക്കാം. നമ്മുടെ കോവയ്ക്ക നിർത്തിയേക്കാം കേട്ടോ. അതിന്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത നമുക്ക് നമ്മുടെ ഇരുമ്പപ്പുളിയും വെള്ളരിക്കയും ചേർത്തേക്കാവേ. വെന്തെന്ന് പറഞ്ഞാൽ അങ്ങ് അലുത്തിരിക്കുമല്ല, അങ്ങനെ കൊള്ളത്തില്ലല്ലോ. കഷ്ണം ഇച്ചിരി നല്ല ഇതായിട്ടിരിക്കണം. അങ്ങനെ ചെയ്യണം. അപ്പം ഈ അരപ്പിന് നമുക്കങ്ങ് ചേർത്തേക്കാം. എല്ലാം കഴിഞ്ഞിട്ടേ ഒന്ന് ചുങ്കത്ത് വരെ പോകണം. കാരണം വേറൊന്നുമില്ല, ഇച്ചിരി സാധനം ഒരു ശക്കലം തേയില തീർന്നു പോയെന്നേ, അത് മേടിക്കണം. പിന്നെ ഇച്ചിരി കാര്യങ്ങളോടുണ്ട്. ചേട്ടന് കണ്ണ് വയ്യാത്തതുകൊണ്ട്, കണ്ണല്ല നീരുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ല ചേട്ടനെ പോകത്തുള്ളായിരുന്നു. അപ്പം നമുക്ക് ഇതിനെയും കൂടെ അങ്ങ് കഴുകിയെടുക്കാം അല്ലേ. അടിപൊളി കറിയാട്ടോ. നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. പിന്നെ എനിക്ക് ഇച്ചിരി ഇരുമ്പപ്പുളി എടുത്ത് അച്ചാർ ഇടണമെന്നുണ്ട്. എല്ലാം ചെയ്തു വരുമ്പോ സമയം പോകും. അതാണ് പ്രശ്നം. ഇപ്പൊ ഉണ്ടോ നോക്കട്ടെ. ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ കറിയൊക്കെ. നമ്മുടെ ഹെഡിന് അതൊന്നും വലിയ താല്പര്യം ഇല്ല. പിന്നെ ഞാനൊരു കറിയാക്കി അങ്ങ് വെക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് പത ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് നിർത്തിയിട്ട് കടുകും ഉലുവയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് സമൂലല്ല എന്തോ സമൂല എന്നാൾ പറഞ്ഞപ്പം നമ്മുടെ നന്ദിനി ടീച്ചർ പറഞ്ഞു, നന്ദിനി രാജശേഖരൻ ആ ചേച്ചി പറഞ്ഞു സമൂലെന്ന് പറയുമ്പം എന്തോ പറഞ്ഞാൽ മറന്നു. പോട്ടെ. അപ്പൊ ശരി, ആ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്കിതെല്ലാം കൂടി ഇട്ട് കടുക് അങ്ങോട്ട് വറുത്ത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കണം. അപ്പം അതിന്റെ തയ്യാറെടുപ്പ് എടുത്തോണ്ട് വരട്ടെ. ഈ കോവയ്ക്ക നമുക്കൊരു പാത്രത്തിലോട്ടാക്കണം. ഈ ചീനച്ചട്ടി കഴുകി മാത്രമേ ഞാൻ കടുവർക്ക് അടുക്കത്തുള്ളൂ. എല്ലാം കൂടെ ചിലവരെങ്ങനെയാണെന്നറിയാം, ഒരെണ്ണം വെച്ചു അതിനകത്തോട്ട് സിങ്കിനകത്തോട്ട് കൂടെ, അടുത്ത വെച്ചു സിങ്കിനകത്തോട്ട്. എനിക്ക് ആ പരിപാടി ഇഷ്ടമില്ല. അന്നുള്ളത് അന്നു തന്നെ അപ്പൊ തന്നെ
കഴുകിയൊക്കെ വെക്കും. അപ്പം നമുക്ക് പാത്രങ്ങൾ അധികം വരത്തില്ല. അതുകൊണ്ടാണ് ചില വീട്ടുകളിൽ ചെന്ന പാത്രം കുന്നുകൂടി കിടക്കുന്നത്. അന്നേരം ഒന്നും കഴുകത്തില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്ത്. പ്രത്യേകിച്ച് രാത്രിയിലാണെങ്കിലും കുന്നുകൂട്ടിയിട്ടിട്ട് രാവിലെ കഴുകരുത്. ഭയങ്കര ദോഷമാണ്, ഭയങ്കര ഐശ്വര്യക്കേടാട്ടോ. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്തോണം. രാത്രി തന്നെ എല്ലാം കഴുകി പെറുക്കിയൊക്കെ ചെയ്തോണം കേട്ടോ. പിന്നെ അപ്പൊ നമുക്ക് ഇത് മാറ്റി ഇത് കഴുകി എടുത്തോണ്ട് കടുക് വറുക്കാൻ വരാം. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ കടുക് ഉലുവയൊക്കെ ഇട്ടു, കടുക് ഇട്ടു, വറ്റലമുളക് ഇട്ടു, കരിവേപ്പില ഇട്ട് നമുക്ക് അവനെ ഒഴിച്ചങ്ങോട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ എല്ലാം പൊട്ടിയില്ല, വയറ്റി കിടന്ന് പൊട്ടിക്കോളും അല്ലേ. അത്ര നേരം നമ്മൾ നോക്കി വെക്കുന്നു അല്ലേ. അപ്പൊ അതിന്റെ പരിപാടിയും കഴിഞ്ഞ് ചീനച്ചട്ടി ഒന്നുകൂടെ കഴുകി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിരിക്കുന്നു. ഇച്ചിരി ചിക്കൻ്റെ ഇരിപ്പുണ്ടാവും, ചേട്ടനെ പറ്റിക്കാം. നല്ലതായിട്ട് അങ്ങോട്ട് ചൂടാക്കി നല്ല തോരൻ പരുവത്തിലാണ് അതിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിതോടെ കഴുകി നമുക്കിതെല്ലാം എടുത്തു വെച്ചിട്ട് കാണാം. ഇനി നമുക്ക് നമ്മുടെ പ്രീതിക്കുട്ടി പറഞ്ഞു തന്നായിരുന്നു നീര് കുറയാൻ വേണ്ടിയിട്ട് തുളസി ഇലയും പച്ചമഞ്ഞളും കൂടെ അരച്ചാൽ മതി. അരച്ചെടുത്ത് തേച്ചാൽ നീര് പോകുന്ന. രാവിലെ തൊട്ട് ഞാനത് ഇട്ട് തുടങ്ങി കല്ലിലൊക്കെ. അന്നേരം നമ്മൾ തുളസി ഇല ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുളസി വേണം. പിന്നെന്താ വേണ്ടിയത്, അതിലും അത്യാവശ്യമാണ് നമ്മുടെ അരകല്ല്. ഇതൊന്നും മിക്സിയിലിട്ട് അരച്ചാലൊന്നും അരയത്തില്ല. അതിന് അരകല്ല് വെച്ചാണ് ഞാനിത് അരയ്ക്കുന്നത് കേട്ടോ. ഇതിന് ഇച്ചിരി വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചേട്ടനാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ പച്ചമുളകൊക്കെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ വലിയ പയറിൻ്റെ കറിവേപ്പ് നല്ലതായിട്ടുണ്ട്. വലിയ പയറിൻ്റെ വിത്ത് ഞാൻ എന്നേതെന്നറിയാം, ഇതാ ഇവിടെ പാകിയേ. അപ്പോൾ ഇവിടെ നല്ലതായിട്ട് കിളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതുകൊണ്ട് അരയ്ക്കട്ടെ. നമുക്ക് കല്ലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി കല്ലുണ്ട്. അത് കുഴവിയുണ്ട്. പിതി വെച്ചാണ് അരയ്ക്കുന്നത്. കഴുകിയെല്ലാം ഇട്ടേക്ക് വരുന്നു. അപ്പം ഞാൻ പച്ചമഞ്ഞളും തുളസി ഇലയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തോര അത് ഉണങ്ങുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രീതി കൊച്ചിന് ഭയങ്കര താങ്ക് യു. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നീരിന്. അപ്പം അട ഇതുവരെ അട ഉണ്ടാക്കിയില്ല, അപ്പം ഉണ്ടാക്കിയില്ല. എന്തെന്നാ ഇതല്ലേ, എല്ലാവരും അപ്പം. എനിക്കാണെങ്കിൽ കൂടുതൽ പറിച്ചില്ല. അപ്പം നീ പറയത്തില്ല കേട്ടോ. അതെന്താ സംഭവം എന്നറിയാം. നമ്മുടെ വീഡിയോയെ അടുത്ത് കട്ട് ചെയ്തിട്ട് അടുത്ത് തുടങ്ങുമ്പം അന്നേരം ഉണ്ടല്ലോ അല്ലെ, അപ്പം ഉണ്ടല്ലോ, അങ്ങനെയാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ. എന്നാൽ ഞാൻ ഇനി പുതിയ വാക്ക് പറയുമ്പോൾ, എന്നാൽ അതെല്ലാം പ്രീതിക്ക് സന്തോഷമായിട്ടിരിക്കട്ടെ. പ്രീതിക്കുട്ടി നല്ലായിരുന്നു. ആ ഗൃഹവൈദ്യം, നാട്ടുമരുന്ന്. ഇനിയിപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, തേയിലയൊക്കെ തീർന്നേ, മെൻ്റെ എന്നെ കൊല്ലും. അപ്പം ചേട്ടന് എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേ ഇച്ചിരി ഏത്തപ്പഴമൊക്കെ എനിക്ക് മേടിക്കാനുണ്ട്. എന്നോട് പറഞ്ഞു, നീ കഴിക്കുന്ന ഏത്തപ്പഴമൊക്കെ തീർന്നല്ലോ. ഞാൻ പറഞ്ഞു, ഈ കണ്ണും വെച്ചുകൊണ്ട് പോകണ്ട, ഞാൻ പൊക്കളാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തേയിലയും മേടിക്കാമല്ലോ. തേയില മേടിക്കുന്നതിന് പറയുന്നതല്ല, തീർന്ന ദേഷ്യ സാധനം തീർന്നെന്ന് പറഞ്ഞില്ലെങ്കിൽ ദേഷ്യം വരും. അപ്പോൾ പറഞ്ഞാൽ കലിപ്പ. അതുകൊണ്ടാണ്. അന്നേരം ഞാൻ വിചാരിച്ചാൽ അവിടെ ചുങ്കത്ത് റേഷൻ കടയുണ്ട്, അരി ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചേക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാൽ നമുക്ക് ഇനി വല്ല ഇതിനകത്ത് പറയാനുണ്ടോ നോക്കട്ടെ. ആരുടെയെങ്കിലും കമൻറ്റ് ഞാൻ നോക്കിയിട്ട് ആരുടെയും കമൻറ്റ്സ് അകത്തൊന്നും പറയാനൊന്നുമില്ല. പിന്നൊരു കാര്യം, ഇന്നലെ ഹെയർ സ്റ്റൈൽ അങ്ങനെ എല്ലാവർക്കും രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടല്ലേ. എനിക്കും രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ട. അതേ നമ്മൾ കെട്ടത്തുള്ളൂ, മറ്റൊന്നും നമ്മൾ കെട്ടിക്കൊണ്ട് പോകത്തില്ല. ഞാനാണെങ്കിൽ ആ രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ് എപ്പോഴും കെട്ടുന്നത്. ഇനി പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഞാനൊന്ന് ചുങ്കത്ത് പോയിട്ട് അവിടെ ചെന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം, അതല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ കടയിൽ ഒക്കെ പോയി വന്നായിരുന്നു. ചേട്ടൻ്റെ കണ്ണിൽ നീരുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനല്ല പോകുന്നത് കേട്ടോ. ചില ദിവസമൊക്കെ ഞാൻ പോകാറുള്ളൂ. ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ, കടന്നൽ കുത്തി നീരൊക്കെ പിടിച്ചിരിക്കുകയാണ്.
അന്നേരം ഞാൻ അടുത്തൊരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇന്നലെ കാണിച്ച രണ്ടാമത്തെയാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? എനിക്കും രണ്ടാമത്തെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം വേറൊരു ഹെയർ സ്റ്റൈൽ കാണിക്കാം. അത് ചെയ്യ പോലെ തന്നെ മുടി നന്നായിട്ട് ചീകുക, ചീകിയിട്ട് നന്നായിട്ട് ഒന്നിച്ച് പിടിച്ച് കെട്ടിവെക്കുക. കാണിച്ചു തരാവേ. ഇച്ചിരി പൊങ്ങി ഇങ്ങനെ പൊക്കത്തി വേണം. കണ്ടോ, ഇങ്ങനെ കെട്ടുക. കെട്ടിട്ട് നമുക്കൊരു റബ്ബർ ഇടാം. ഇങ്ങനെ ഇങ്ങനെ കെട്ടുക. അത് എല്ലാവർക്കും കെട്ടാൻ അറിയാലോ. കെട്ടിയതിന് ശേഷം ദാ ഇങ്ങനെയുള്ള ക്ലിപ്പ് ഇവിടെ ഇച്ചിരി പൊക്കത്തി വേണം കെട്ടാൻ കേട്ടോ. ഇച്ചിരി പൊങ്ങിയിരിക്കണേ. ഈ ക്ലിപ്പ് ഇവിടെ ഇടുക. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതിനറ്റത്ത് ഇവിടെ ഒരു ക്ലിപ്പ്, അല്ല ക്ലിപ്പല്ല, ഇത് വരും. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇങ്ങനായിട്ട് ഇവിടെ സ്ലൈഡ് കുത്തുക. ഒരു സ്ലൈഡോ എന്തെങ്കിലും ചെറിയ സ്ലൈഡോ, ഈ ഹെയർ പിന്നില്ലേ അങ്ങനത്തെ കുത്തിയ ഒന്നുകൂടെ നല്ലതാണ്. അല്ലാതെ ചുമ്മാ കുത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പല രീതിയിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ഒപ്പിക്കാം കേട്ടോ. നിങ്ങൾ തന്നെ ചുമ്മാ നമ്മളെ മുടിയെടുത്തിട്ട് ഓരോ രീതിയിൽ ഓരോരുത്തർ ചെയ്തേക്കുന്ന നോക്കിയാൽ മതി. ഇഷ്ടംമാതിരി ഹെയർ സ്റ്റൈൽ ഒപ്പിക്കും. കണ്ടോ, നിറച്ച മുടിയായിട്ട് നമുക്ക് തോന്നും. കണ്ടല്ലോ, കൊള്ളാലോ, കണ്ടോ, സൂപ്പർ അല്ലേ? അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെടുത്ത് അപ്പം ഇന്ന് ആ ഒരു ഹെയർ സ്റ്റൈലാണ് എല്ലാവർക്കും. എല്ലാവരും അപ്പം ഇന്നലെ 2, ഇന്ന് 3, അല്ല ഇന്ന് 1, അങ്ങനെ 3 ഹെയർ സ്റ്റൈൽ ഞാൻ പഠിപ്പിച്ചു. ഇന്നിപ്പം ഞാൻ പിന്നെ മുടി ശരിക്കും വീണ്ടും ചീയൊക്കെ ഞാൻ ഇട്ടു. ഇനി അടുത്ത നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോളിനെ എങ്ങനെ അടുക്കിയിടാം. എല്ലാവരും ശ്രദ്ധിച്ചോണം എങ്ങനെയാ അടുക്കിയിടുന്നതെന്നുള്ളത് കേട്ടല്ലോ. കാണിക്കുന്ന കണ്ടോണം. ആദ്യം നമ്മുടെ ഷോള് ഇതിങ്ങനെ പിടിക്കുക. കറക്റ്റായിട്ട് കേട്ടാ, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നല്ല വശം തിരിച്ചു പിടിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 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 ചുരുട്ടി 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 ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടോണം. ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നു. കാണിച്ചു തരാം, നന്നായിട്ട് ഇട്ട് തരാം. ഈ ഒരു ലെയറിനെ പൊക്കി ഇങ്ങനെ വെക്കുന്നു കണ്ടോ. എന്നിട്ട് ഇവിടെ ഒരു പിൻ കുത്തുന്നു, ഇവിടെ ഒരു പിൻ കുത്തുന്നു, അവിടെ കിടന്നോളൂ. ഞാൻ പക്ഷെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാത്ത എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ഷോള് മാറ്റി, ചൂടല്ലേ, വീഡിയോ പിടിക്കുമ്പോൾ മാത്രമേ ഷോൾ ഇടുന്നുള്ളല്ലോ. അപ്പം മാറ്റിയിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് പിൻ കുത്താത്തതിൻ്റെ കാര്യം. ഒറ്റയടിക്ക് വീഡിയോ പിടിക്കുകയാണെങ്കിൽ പിൻകുത്തി നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ഇങ്ങനെ ഇട്ട് അങ്ങനെ കിടന്നോളും. നല്ല സൂപ്പറായിട്ട് കിടക്കും കണ്ട, നല്ല ലെയറായിട്ട് കണ്ട. ഇനിയും വേണ്ടിയവർക്ക്, ചിലവർക്ക് വയറൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങനെ എടുത്തിട്ട്, നമ്മൾ ആ പിടിച്ചില്ലേ അത് ഇങ്ങോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആ വയറ് വരെ മൂടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇങ്ങനെ ഒരു ലെയർ ഇങ്ങോട്ട് താഴെ വരെ ഇടാൻ പറ്റും. അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ അമ്മ എല്ലാവർക്കും നോക്കിയിട്ട് വരാം. അതായിരിക്കുന്നു കണ്ട. എന്നാടുക്കുമായിരുന്നു അവിടെ പുറത്തിരുന്ന് മഹാഭാരതം മഹാഭാരതം അല്ലല്ലേ, ഭാഗവതം രണ്ടും ഒന്നല്ലേ അമ്മ? ഷോ പൊട്ടത്തരം ഞാൻ പറയുന്ന കേട്ടോ. എന്നാ ഒരു പെണ്ണല്ലേ, ഹിന്ദുവാന്ന് പറഞ്ഞിട്ട്. ഭാഗവതം അമ്മ വായിക്കുമായിരുന്നു. ഭാഗവതം വായിക്കുമല്ലായിരുന്നു അമ്മ? ഭാഗവതം വായിക്കുമായിരുന്നു. എന്നിട്ടും എവിടം വരെയാ കഥ?
ഒത്തിരി അങ്ങ് വായിച്ചു. ആണോ? ഒന്നും മനസ്സിലായില്ലേ? പിന്നെ ഏതാണ്ട് പറയുമല്ലോ, അറിയാൻ മേലാതെ വായിക്കുക. എന്തോ ആരാണ്ട് പറഞ്ഞിട്ടുള്ള പോലാണ്. കുറിച്ചും രാമനെ കുറിച്ചും ഒക്കെ ഇരുന്ന് വായിച്ചു. എല്ലാവരും കൂട്ടത്തിലുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ എന്തിനാ അറിയുന്നല്ലേ? എല്ലാം ഇരുന്ന് വായിച്ചു കേട്ടോ. നമ്മുടെ അമ്മ ഭാഗവതമൊക്കെ വായിച്ചു മിടുക്കിയായിട്ടിരിക്കുകയാണ്. അയ്യോ, കേട്ടല്ലോ നിങ്ങളിപ്പം ഭാഗവതത്തിന്റെ കഥ കേട്ടല്ലോ. എന്റെ പുറകെ ഇരിക്കുന്നുണ്ടോ ഒരാള്? കണ്ടോ നമ്മുടെ ഇമോജി ഇരിക്കുന്നുണ്ടോ? ഭാഗവതം വായിച്ചെന്ന് പറഞ്ഞതിന് ഇമോജി ഇരുന്ന് കാണിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. അപ്പം നമ്മുടെ പണിയെല്ലാം ഉച്ചവരെയുള്ളത് കഴിഞ്ഞു കേട്ടോ. ഉച്ചവരെയുള്ളത് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. മിടുക്കി, എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.